മലയാളത്തിൻ്റെ എക്കാലത്തെയും ചിരിയാണ് മാഞ്ഞുപോയത്. നടൻ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തേക്കുമുള്ള ഓർമ്മകൾ മലയാളിക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. അതിൻ്റെ മലയാളികളുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് കയ്യൊപ്പിട്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങുന്നത്. ഷീജ റോയി ആണ് എറണാകുളത്ത് നിന്ന് ഓർക്കുന്നത് ശ്രീനിവാസനെ. എങ്ങനെയാണ് ആ മഹാനടനെ, ആ എഴുത്തുകാരനെ ഓർക്കുന്നത്? ഹലോ സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം സാർ, ഞാൻ കണ്ടനാട് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ശരി, അദ്ദേഹത്തോട്ട് നേരിട്ട് പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ 13 വർഷത്തോളം. അത് എനിക്ക് ശരിക്കും വർഷം അറിയില്ല വന്നിട്ട്. ഈ അന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അദ്ദേഹം ഭാര്യയൊക്കെ വരും, എല്ലാത്തിനും പങ്കുചേരും. നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ കലാകാരൻ എന്നതിലുപരി എല്ലാവരുമായിട്ട് നല്ല സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. നിങ്ങളുമായിട്ടെല്ലാം അങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. ഇവിടെ പൊതുവെ എല്ലാവരുമായിട്ട് നമുക്കിവിടെ റെസിഡൻസിന്റെ ഒരു പരിപാടിയോ പിന്നെ കൊയ്ത്തുത്സവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ, ശ്രീനി സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും. വളരെ ഭയങ്കര സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ വരുമോ. ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ നാട് ഉണർന്നു എന്ന് തന്നെ പറയാം, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നതോടുകൂടി. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് മലയാളിയുടെ മനസ്സിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തി ഇന്ന് മടങ്ങിയ ശ്രീനിവാസനെ ഓർക്കുന്നത്? ഏതാണ്ട് 5 പതിറ്റാണ്ട് ഏറെക്കാലം മലയാള സിനിമയെ അതിന് വായുവും വെള്ളവും വെളിച്ചവും നൽകിയ പ്രതിഭാശാലിയായ ഒരു കലാകാരൻ ശ്രീനിവാസൻ. സർവകലാഭല്ലവൻ എന്നൊക്കെ പറഞ്ഞാല് സാധാരണഗതിയിൽ അത് പലർക്കും ഉപയോഗിക്കുന്നതാണെങ്കിലും അക്ഷരത്തിലും അർത്ഥത്തിലും പ്രതിഭാശാലി തന്നെയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ മനസ്സിൽ തട്ടിക്കളിക്കുകയാണ്. ഓരോ സിനിമയും ഓരോ ജീവിതമായിരുന്നു. ജീവിച്ച് കാണിച്ചു തന്ന ഓരോ കഥാപാത്രത്തെയും ജീവിച്ച് കാണിച്ചു തന്ന മലയാള സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയ കലാകാരൻ അതാണ് ശ്രീനിവാസൻ. അദ്ദേഹം രചയിതാവായിരുന്നു, കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു, നടനായിരുന്നു, എല്ലാമായിരുന്നു. അത്രമാത്രം ജനങ്ങളിലേക്ക് ഇത്രമാത്രം എഴുതിച്ചേർന്ന ഒരു സാധാരണക്കാരായ ഒരിക്കൽ പോലും ഞാനൊരു വലിയ നടനാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ സിനിമാ ലോകത്തെ പ്രഗത്ഭ മതികളിൽ, അതായത് മോഹൻലാലിനെ പോലെ, അതേപോലെ മമ്മൂട്ടിയെ പോലെ, ദിലീപിനെ പോലെ തലയെടുപ്പുള്ള ഒരു അഭിനേതാവാണെങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും ഉണ്ടാവാറില്ല. അത്രമാത്രം ജനങ്ങളുമായി ഇടകിച്ചത്, ജനങ്ങളുടെ ഇടയിലെ ഒരു കലാകാരൻ മാത്രമല്ല, ജനങ്ങളുടെ ഓരോ ദിവസത്തെ ദിനമുള്ള ഓരോ സംഗതികളാണ് അദ്ദേഹം കഥാപാത്രങ്ങളായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കലാകാരൻ ആ ഒരു അവതരണം വരുമ്പോഴൊക്കെ ഇത് ഞാൻ തന്നെയാണല്ലോ എന്ന് തോന്നി, ഇതിൽ ഞാനുണ്ടോ, ഇത് ശ്രീനിവാസൻ എങ്ങനെ തോന്നി, ഞാനും ഇങ്ങനെ എന്റെ ഒരു ജീവിതം കഥാപാത്രമാക്കി അഭിനയിക്കുന്നു. അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ച, ജനങ്ങളോട് ഇഷ്ടം പുലർത്തിയ ഒരു കലാകാരൻ. ആ കലാകാരന്റെ ഏർപ്പാട് കേരളം മൊത്തം വളരെയേറെ ദുഃഖത്തിലാണ്. അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിൽ വല്ലാതെ വേദനിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, ഈ ചിന്താവിഷ്ടയായ ശ്യാമളയിലെയൊക്കെ ഡയലോഗുകളും രംഗങ്ങളുമൊക്കെ എത്ര ആലോചിച്ചാലും നമുക്ക് ഏത് സമയത്തും ചിരി വരുന്ന, അല്ലെങ്കിൽ ഏത് സമയത്തും ഉപയോഗിക്കാൻ കഴിയുന്ന അത്രമേൽ രംഗങ്ങൾ ഉള്ള ഒരു സിനിമയൊക്കെയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും. ഏത് സിനിമയാണ് താങ്കൾ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നത്? എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മലയാളത്തിന്റെ ഒരു പ്രതിഭാസമായിരുന്നു എന്നുള്ളത് എല്ലാവരെ പോലെ തന്നെ ഞാനും ശരിക്കും തിരിച്ചറിയുന്നു. അദ്ദേഹം ഈ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് അമേരിക്കൻ എയർപോർട്ടിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു രംഗം, പിന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഉപയോഗിക്കുന്ന മറ്റൊരു ഇതാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അതായത് കണ്ടിട്ടുള്ള നമ്മൾ ജീവിതത്തിൽ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന
പല കാര്യങ്ങളും കിട്ടും. നമുക്ക് കുറച്ച് ആസ്വദിച്ച് സമാധാനമായിട്ട് തിരിച്ചുല്ലസിച്ച് പോരാൻ പറ്റുന്ന രീതിയിലാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും. ഞാൻ ഒരു സിനിമ അത്രയധികം കാണുന്ന ആളല്ല, എന്നാലും ഒട്ടുമുക്കാൽ സിനിമകൾ കാണും. അതിന്റെ ഈ നർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേരൂന്നി നിൽക്കും. അങ്ങേര് ഒരു സകല കലാവല്ലഭൻ. അതായത് നമുക്ക് മലയാളത്തിൽ ഒട്ടനവധി നടന്മാരുണ്ട്, അവരൊക്കെ ചെറിയ ചില മേഖലകളിലെ ഉന്നതിയിലാണ്. പക്ഷേ ശ്രീനിവാസന് അവരുടെ കാര്യത്തില് അദ്ദേഹം പല മേഖലകളിലും അതായത് വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ്. നടൻ എന്ന നിലയിൽ, സംവിധായകൻ എന്ന നിലയിൽ, എഴുത്തുകാരൻ. പിന്നെ അദ്ദേഹം തമാശ പറയുമ്പോൾ നമുക്ക് തമാശ എന്ന് പറയുന്നതെന്ന് തോന്നില്ല. അദ്ദേഹം വലിയ ഗൗരവത്തിൽ പറയും. അതായത് ഒരു 1.5 ലക്ഷം വേണം ഒരു ദിവസം ജീവിക്കാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, സംവിധായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. മായാത്ത എന്താ പറയാ വ്യക്തിമുദ്ര കേരളത്തിൽ സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് എന്താ പറയാ അദ്ദേഹത്തിന്റെ തലത്തിലെത്താൻ പറ്റുന്ന ജീവിതങ്ങൾ കേരളത്തിന് സമർപ്പിച്ച വ്യക്തികള് പൊതുവെ കുറവാണ്. അപ്പൊ ഒട്ടനവധി നടന്മാരും മഹാനടന്മാരൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ജഗതി ശ്രീകുമാറൊക്കെ അതായത് വയ്യായി എങ്കിലും അതുവരെ ഒരു പ്രതിഭാസം തന്നെയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഈ സമയത്തുള്ള വിയോഗം വളരെയധികം ദുഃഖവും വേദനയും അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാനും എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ശരി, ശ്രീ ഷാജിയാണ് റാന്നിയിൽ നിന്നും. ശ്രീ ഷാജി, യഥാർത്ഥത്തിൽ മോഹൻലാലിനെ പോലെ ഒരു നടനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെ നായകനാക്കി ഒരു സിനിമയൊക്കെ എടുക്കുക, അങ്ങനെ പിന്നീട് അതിൽ അഭിനയിക്കുന്നതിന് മോഹൻലാലിന് കുഴപ്പമില്ല. പക്ഷേ പിന്നീട് ചില മോഹൻലാൽ ആരാധകരൊക്കെ മോഹൻലാലിനെ വെച്ച് വലിയ സിനിമ എടുത്ത് ആളാവാനാണ് ശ്രീനിവാസൻ നോക്കിയതെന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, എന്നെ വെച്ച് സിനിമ എടുത്ത് ആളാവേണ്ട കാര്യം ശ്രീനിവാസനില്ല എന്ന്. അതിന് മുമ്പ് തന്നെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭ മലയാള സിനിമയിൽ തെളിയിച്ചതാണ്. അത്രത്തോളം ശക്തമായി അടയാളപ്പെടുത്തിയതാണ് ആ പേര്. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇന്നിപ്പോൾ വിട്ടുപോയിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? നമസ്കാരം സാറേ. ഞാൻ അങ്ങനെ ഒത്തിരി സിനിമയൊന്നും കാണുന്ന ഒരാളല്ല. പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായതുകൊണ്ട് ഈ സന്ദേശം എന്ന സിനിമയ്ക്കകത്തെ ശ്രീനിവാസനെ ഈ കൊടി നാട്ടിയിട്ട് സല്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ തിലകനിങ്ങനെ നോക്കി നിൽക്കുന്ന കാണാൻ, ഇടയ്ക്ക് ഇങ്ങനെ തിലകനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒരു അത്യുപ പ്രതിഭയായിരുന്നു ആദരിച്ച സിനിമാ നടൻ ശ്രീനിവാസൻ. ദുഃഖമുണ്ട്, ഒരു മഹാനടനെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമുണ്ട്. ഭവനത്തോടും ആദരാഞ്ജലികൾ ഞാൻ ഈ സമയത്ത് നേരിടും. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ ശക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മധുവാണ്, വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മധു, താങ്കളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും ആദ്യത്തെ ശ്രീനിവാസൻ ചിത്രം ഏതാണ്? സുൽഫത്താണ് വിളിക്കുന്നത്. സുൽഫത്ത് കൊല്ലത്ത് നിന്നാണ്. ഓക്കെ, സുൽഫത്ത് കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്ത് രണ്ടാംകുറ്റിയിലാണ്. ഓക്കെ, താങ്കളുടെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ശ്രീനിവാസൻ സിനിമ അല്ലെങ്കിൽ ഒരു ഡയലോഗ് അതേതാണ്? എനിക്ക് ഡയലോഗ് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സാറ ശ്രീനിവാസൻ. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. മോഹൻലാലും മമ്മൂട്ടി, ശ്രീനിവാസൻ സാർ ഇവരെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷെ അദ്ദേഹം മരിച്ചതിൽ വളരെയധികം സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. എൻ്റെ കുടുംബത്തിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പം അതിൽ ഓർമ്മയില്ല. എനിക്ക് 10-65 വയസ്സായി, ഓർമ്മയില്ല. രാവിലെ തൊട്ടായിട്ട് ഇവിടെ കൊണ്ടിരുന്നു കണ്ണീർ ഒഴിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തെ പറ്റി, അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട്. ശരി, താങ്കളുടെ ദുഃഖം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീ അനീഷയാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനീഷ, ശ്രീനിവാസൻ എന്ന വ്യക്തിയെ താങ്കളുടെ മനസ്സിലേക്കുള്ള ആദ്യത്തെ ഓർമ്മ എന്താണ്? ഓർമ്മ അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു കുറച്ച് നാളായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ സന്ദർഭം